Assalamu alaikum. Welcome to my channel Khans Creatives. ബഷീർ ദി മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് ആരാണ്? എം.എ. റഹ്മാൻ. ബഷീറിന് മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ച വർഷം 1993. കിളിരൂർ രാധാകൃഷ്ണൻ്റെ ഏത് ബാലസാഹിത്യ കൃതിയാണ് ബഷീറിനെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നത്? എവിടെയോ ഒരു സുൽത്താൻ. ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിൻ്റെ പേര്? സർക്കിൾ ബുക്ക് സ്റ്റാൾ. ബഷീറിന് രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചത് ഏത് വർഷം? 1982. ബഷീറിനെ കുറിച്ച് ONV കുറുപ്പ് എഴുതിയ കവിത ഏത്? എൻ്റെ ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം ഏത്? 1908 ജനുവരി 21. ബഷീർ എഴുതിയ ബാലസാഹിത്യ കൃതി ഏത്? സർപ്പവാദം. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ മാല എന്ന ഗാനകവിതയുടെ രചയിതാവ്? MN കാരശ്ശേരി. ബഷീർ നടത്തിയ ഒരു പ്രഭാഷണം ഏത് പുസ്തകമായി പ്രസിദ്ധീകരിച്ചു? സത്യവും നുണയും. കേശവൻ നായരും സാറാമ്മയും കഥാപാത്രങ്ങൾ ആകുന്ന ബഷീറിൻ്റെ ഏത് നോവലാണ്? പ്രണയലേഖനം. ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചു എന്ന് പറഞ്ഞ നിരൂപകൻ ആര്? MN വിജയൻ. ബഷീർ എഴുതിയ തിരക്കഥകൾ ഏതൊക്കെയാണ്? ഭാർഗവീ നിലയം, ബാല്യകാലസഖി. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേരെന്താണ്? ഉജ്ജീവനം. ഗാന്ധിജിക്കൊപ്പം ബഷീർ പങ്കെടുത്ത സമരം ഏത്? ഉപ്പു സത്യാഗ്രഹം. ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം? 1977. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആര്? വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ ഒരേ ഒരു നാടകമേ എഴുതിയിട്ടുള്ളൂ. ആ നാടകത്തിൻ്റെ പേരെന്താണ്? കഥാബീജം. ബഷീറിൻ്റെ മാസ്റ്റർപീസ് കൃതിയായി വിലയിരുത്തപ്പെടുന്ന കൃതി ഏത്? ബാല്യകാലസഖി. ബഷീറിൻ്റെ ഐരാവതങ്ങൾ എന്ന ജീവചരിത്രകൃതിയുടെ രചയിതാവ് ആര്? EM അഷ്റഫ്. ബഷീർ മാല എന്ന പാട്ട് കാവ്യത്തിൻ്റെ രചയിതാവ്? MN കാരശ്ശേരി. ബഷീറിനെ കുറിച്ച് ONV കുറുപ്പ് രചിച്ച കവിത ഏത്? എൻ്റെ ബഷീർ. ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ രചിച്ച കൃതി ഏത്? ഒഴിഞ്ഞ വീട്. പ്രേമലേഖനത്തിലെ കഥാപാത്രങ്ങളായ കേശവൻ നായരും സാറാമ്മയും തങ്ങളുടെ കുട്ടിക്ക് നൽകിയ പേരെന്താണ്? ആകാശമിഠായി. ബഷീറിൻ്റെ കുറിപ്പ് എന്ന കഥ പ്രസിദ്ധീകരിച്ച വർഷം? 1946. ബഷീറിൻ്റെ അവകാശങ്ങൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്? പെരുമ്പടവം ശ്രീധരൻ. മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ്? മതിലുകൾ. മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ.
എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിൻ്റെ ഏത് കൃതിയിലേതാണ്? ആനവാരിയും പൊൻകുരിശും. ബഷീർ ഏകാന്തവീഥിയിലെ അവധൂതൻ എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചതാര്? പ്രൊഫസർ എം.കെ. സാനു. വൈക്കം മുഹമ്മദ് ബഷീർ അഭിനയിച്ച സിനിമ ഏത്? ധ്വനി. ബഷീറിൻ്റെ ഭാര്യയായ ഫാബി ബഷീറിൻ്റെ ആത്മകഥയുടെ പേര്? ബഷീറിൻ്റെ എടിയെ. ബഷീറിന് ലളിതാംബിക അന്തർജനം അവാർഡ് ലഭിച്ച വർഷം? 1992. ബഷീറിൻ്റെ വിശപ്പ് എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം? 1954. ബഷീർ കൃതിയായ ബാല്യകാലസഖി പഠന വിഷയമാക്കിയത് ആരാണ്? കുട്ടിക്കൃഷ്ണ മാരാർ. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത്? പ്രേം പാറ്റ. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാസമാഹാരം ഏതാണ്? യാ ഇലാഹി. സാഹിത്യലോകത്ത് ഏറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ഒരു ബഷീർ കൃതി ഏത്? ശബ്ദങ്ങൾ. ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയത് ആര്? ഫാബി ബഷീർ. ബഷീർ എഴുതിയ നാടകം ഏത്? കഥാബീജം. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ്? 1908 ജനുവരി 21. ബഷീർ അന്തരിച്ച വർഷം? 1994 ജൂലൈ 5. ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 5. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. കൊച്ചു നീലാണ്ടൻ, പാറുക്കുട്ടി എന്നീ ആനകൾ കഥാപാത്രങ്ങളായി ബഷീറിൻ്റെ കൃതി ഏത്? ആനവാരിയും പൊൻകുരിശും. ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഓർമ്മയുടെ അറകൾ. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീറിൻ്റെ കൃതി ഏത്? വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേരെന്ത്? ഉജ്ജീവനം. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിൻ്റെ പേര്? കടുവക്കുഴി ഗ്രാമം. ഒന്നും ഒന്നും ഇമ്മിണി ബലിയ ഒന്ന് എന്ന പ്രയോഗം ബഷീറിൻ്റെ ഏത് നോവലിലാണ് ഉള്ളത്? ബാല്യകാലസഖി. ബഷീറിന് ആദ്യമായി ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന സ്വാതന്ത്ര്യസമരം ഏത്? ഉപ്പു സത്യാഗ്രഹം. ബഷീറിൻ്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ ഏത്? തങ്കം.